നമ്മുടെ വ്ളോഗ് ചാനലിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ ഒരു വ്ളോഗ് ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ വലിയ ട്രാവലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് വേറൊരു ചാനലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചാനലിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ വാങ്ങിയ കാര്യം ഈ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് HP-ൻ്റെ ലാപ്ടോപ്പാണ്. ഏകദേശം 37 സംതിങ് വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ബുക്ക് ചെയ്തത്. i3 8th ജനറേഷനാണ്, ഇൻ്റൽ കോർ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ വലിയ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ സാധനമൊക്കെ ഞാൻ സെപ്പറേറ്റ് വാങ്ങി കേട്ടോ. അതായത് ഈ ഒരു കീബോർഡ്, അതുപോലെ തന്നെ ഈ ഒരു മൗസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിയതാണ്. അതായത് ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത്, വയർലെസ് ആണ്. അപ്പോൾ ഡെല്ലിൻ്റെ ആണ് കേട്ടോ. ഡെല്ലിൻ്റെ സാധനമാണ്, HP-ൻ്റെ അല്ല. ഡെല്ലാണ് ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്താണ് ചെറിയ രീതിയിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, വലിയ പ്രീമിയർ പ്രോയിൻ്റെ 4K സാധനങ്ങളൊന്നും സപ്പോർട്ട് ആവില്ല. എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു HP-ൻ്റെ ഈ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് തംബ്നെയിൽ മേക്കിംഗ്, അതുപോലെ തന്നെ പ്രീമിയർ പ്രോയിൻ്റെ ലോവസ്റ്റ് വേർഷൻ, അതായത് ഓൾഡസ്റ്റ് വേർഷനൊക്കെ ഇതിനകത്ത് സപ്പോർട്ടാവും. അപ്പോൾ എന്നിരുന്നാലും ഇതിനകത്ത് ചെറുതായിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും, അതായത് ആ ഒരു ചാനലിൽ എൻ്റെ മറ്റൊരു ചാനലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഈ ഒരു ക്യാമറ വാങ്ങിയ കാര്യമൊന്നും ഈ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാപ്ടോപ്പ് വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും ക്യാമറ DSLR നമ്മളുടെ കാനോണിൻ്റെ 200D Mark II ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പെന്നോട് വാ. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടാകും. കാരണം ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് സ്ഥിരം കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം നല്ല രീതിയിൽ ഔട്ട്ഡോറിലാണ് നമുക്ക് വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം നല്ല രീതിയിൽ വെട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുള്ളൂ. അകത്തുനിന്ന് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ലൈറ്റും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എന്നിരുന്നാലും ഇനി വരും വീഡിയോസിലൊക്കെ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്നിരുന്നാലും ഇതാണ് നമ്മുടെ പുതിയ ട്രൈപോഡ്. ഈ ഒരു ട്രൈപോഡിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് സിലിക്ക ജെല്ലാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ക്യാമറയുടെ ഷോപ്പിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സിലിക്ക ജെല്ല് വെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫംഗസിൻ്റെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സിലിക്ക ജെല്ല് നല്ലതെന്ന് പറഞ്ഞു. അതായത് ഈർപ്പമൊക്കെ ഒഴിവാക്കുന്നതിന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാമ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ റിവ്യൂവും അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമറ വെച്ചിട്ടാണ് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്യാമറ തന്നെ. ഓക്കെ, നല്ല ക്ലാരിറ്റിയും പിന്നെ അതുപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് 18-55 mm. ഈ ഒരു ലെൻസ് വെച്ചിട്ടാണ് നമുക്ക് സാധാരണ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സൂമി ലെൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഇതിനൊന്നും എടുക്കാം. കാരണം നമുക്ക് ടിക്ടോക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ലെൻസാണ്. അപ്പോൾ ഈ ഒരു ലെൻസിന് തന്നെ ഏകദേശം ഒരു 10,000 രൂപ, അല്ലെങ്കിൽ സെപ്പറേറ്റ് വാങ്ങുന്നതിന് 11,000 രൂപ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൈക്ക്, ബോയ മൈക്ക്. അപ്പോൾ ഇതിന് ഫ്ലിപ്കാർട്ടിൽ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 850 ആ റേഞ്ചിൽ വരുന്നുണ്ട്. ചില സമയത്തൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറ യൂസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മൈക്ക് എന്ന് പറയുന്നത്, അതിൽ കോളർ മൈക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബോയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാധനം ഉണ്ട്, നോക്കട്ടെ. അപ്പോൾ ക്യാമറയിൽ നമ്മൾ ആദ്യം ഈ ഒരു സാധനം ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു ട്രൈപോഡിൽ ഈ ഒരു ക്യാമറ സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഹോള് കാണാം അടിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോളിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. സൂക്ഷിച്ചും കൊണ്ടൊക്കെ ടൈറ്റ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, അതായത് ഈ ഒരു സംഭവം ഫിക്സ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, ഒരു സ്പ്രിങ് പോലത്തെ. അപ്പോൾ ഈ ഒരു സംഭവം ഇറുകി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കിടന്നിങ്ങനെ കറങ്ങുമൊന്നുമില്ല. നമുക്കിന്ന് ടൈറ്റ് ചെയ്യാം.
പിന്നെ ഈ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ലെൻസ് കാര്യങ്ങളൊന്നും പിന്നെ സൂര്യപ്രകാശത്തിന് നേരെ കാണിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലെൻസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോക്കിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് ആംഗിളിലോട്ട് വേണമെങ്കിലും ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള, അതായത് നല്ല ബലമുള്ള ട്രൈപോഡ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് എന്തായാലും സെറ്റ് ചെയ്യാം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫിക്സഡ് ആയിട്ട് ഈ ഒരു സംഭവം ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ എടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ നല്ല രീതിയിൽ ഷെയ്ക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഹൈറ്റോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം. എൻ്റെ ആ ഒരു ടെക്നോളജി ബേസ് ആയിട്ടുള്ള ആ ചാനലിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത് ഈ ഒരു പറമ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് നമ്മളിതാ ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറേ അധികം കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും വഴിയേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ക്യാമറ ഓൺ ആക്കാം. അപ്പോൾ ഇതിന് നമ്മൾ മൈക്കും കൂടെ സെപ്പറേറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൈക്ക് കൊടുക്കാനായിട്ട് ഇവിടെ ഒരു ഹോൾഡർ ഉണ്ട്. ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടൊരു ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾഡറിൽ നമുക്ക് മൈക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു ബോയ മൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ഈ ഒരു മൈക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്മാർട്ട് ഫോൺസിലും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം, ഈ ഒരു കുറ്റി പോലത്തെ സംഭവം കാണാം. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടതും അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസിന് വേണ്ടതായിട്ടുള്ള മോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് കഴിയുന്നില്ലല്ലോ, ഇവിടെ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ഒരു ചെറിയൊരു ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കി തന്നെ കാണാതുണ്ടോ ക്യാമറ. അതുപോലെ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺസിലോട്ട് മോഡ് മാറും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺസിൻ്റെ മോഡിലിട്ടിട്ട് നമ്മൾ ക്യാമറയിൽ ഈ ഒരു പ്ലഗ് ഇൻ ചെയ്തിട്ട് നമ്മൾ ഓഡിയോസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓഡിയോസ് ഒന്നും റെക്കോർഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ മോഡിൽ നമ്മൾ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്നിരുന്നാലും നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇവിടെ നമുക്കൊരു 2 സോക്കറ്റ് ഉണ്ട്. അതായത് ഹെഡ്ഫോൺ സോക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു മൈക്കിൻ്റെ സോക്കറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ സോക്കറ്റിലോട്ട് നമ്മളിത് പ്രസ് ചെയ്യുന്നു. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യാം, ക്യാമറ ഓണാണ്. പിന്നെ സാധാരണ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാനോണിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് അത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊക്കെയാണ്, സിംഗിളായിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് വെച്ച് മാനേജ് ചെയ്യുന്നത്. അതായത് റിമോട്ട് കൺട്രോൾ നമ്മൾ മാനേജ് ചെയ്യാമെന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ക്യാമറേനെ മാനേജ് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരമാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് സെൽഫി മോഡിലോട്ട്, അതായത് നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ സിംഗിളായിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് സെൽഫി മോഡിൽ, അതായത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട്, അതായത് നമുക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ലെൻസിൽ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ലൈവായിട്ട് നമ്മളുടെ വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫോൺ വെച്ചിട്ട്, അതായത് ഫോൺ റിമോട്ട് ആക്കിക്കൊണ്ട് നമുക്ക് ക്യാമറയിലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ